അസഫിൽ കൗലി വൽ അമൽ. ഏറെ സ്നേഹസമ്പന്നരായ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അൻകബൂത്തിലെ അതിൻ്റെ ആയത്തുകളുടെ വിശദീകരണവും അർത്ഥവുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഓരോ ജനതയെയും അവർ ചെയ്ത തിന്മകൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുകയും വ്യത്യസ്തമായ ശിക്ഷകളാണ് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖൗമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ നമ്മൾ മനസ്സിലാക്കി. 3 ശിക്ഷകളാണ് കൊടുത്തത്. അതൊക്കെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതോ അതെ, ഒന്ന് ആദ്യം വെച്ച പോലെ കണ്ണിൻ്റെ കാഴ്ച പോയി. അവർ വിചാരിച്ചു സിഹർ കൊണ്ടാണ് ഞങ്ങളെ കാഴ്ച പോയത്. രണ്ടാമത് ജഅൽന ആലിയഹ സാഫിലഹ, ആ ഭൂമി ഒന്നാകെ മറിച്ചിട്ടു. മൂന്നാമതായി കല്ലിൻ്റെ മഴ, അതും ചൂട് വെക്കപ്പെട്ട തീക്കല്ലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. മുസവ്വമതൻ ഇൻദ റബ്ബിക്, ഓരോ കല്ലിൻ്റെ മേലിലും പേരെഴുതി വച്ചിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം, ഇവർക്കൊക്കെ ഒരുപാട് മുഅ്ജിസത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ട് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തം എന്താ? ഒട്ടകം. ആ ആളുകൾ പറഞ്ഞു, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ ഈ പാറക്കുള്ളിൽ നിന്ന് ഞങ്ങൾ പറയുന്ന വിശേഷണങ്ങളൊത്ത ഒരു ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവരണം. ചുവന്ന നിറത്തിലുള്ള ഒട്ടകമാവണം, കുടിക്കുന്ന വെള്ളത്തിൻ്റെ തോതനുസരിച്ച് തന്നെ പാലുകൾ ചുരത്തി തരുന്ന ഒട്ടകമാവണം എന്നുള്ള കണ്ടീഷനുകളൊക്കെ വെച്ച് അവർ പറഞ്ഞു. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ചെന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാറക്കുള്ളിൽ നിന്ന്, അവർ കാണിച്ചു കൊടുത്ത പാറക്കുള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ, ജീവനുള്ള ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഖൽ അവ്വലീന വൽ ആഖിരീൻ, മുൻപ് കാലത്തിൽപ്പെട്ട ഏറ്റവും നഷ്ടം സംഭവിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് കാലഘട്ടത്തിൽ ജീവിച്ച തീരെ ഭാഗ്യമില്ലാത്ത, ഏറ്റവും ഭാഗ്യം കെട്ടവൻ അത് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഒട്ടകത്തെ അറുത്തവനാണ്. എന്നാൽ അഷ്ഖൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും നിർഭാഗ്യശാലി, ഭാഗ്യമില്ലാത്ത, ഭാഗ്യം കെട്ടവൻ അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തുന്നവനായിരിക്കും എന്ന് പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരെ കൊന്ന്? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഖുർആൻ വളരെ നന്നായി ഓതാൻ കഴിയുന്ന, ഖുർആനിൻ്റെ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കത്തെഴുതാണ്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിൻ്റെ നാട്ടുകാരായ ഇവിടുത്തുകാർക്ക് ഖുർആൻ പഠിപ്പിക്കുവാൻ ഒരാളെ നിയോഗിച്ച് വരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടി എഴുതി, അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ഉണ്ടാകുമ്പോൾ മറ്റൊരാളെ എന്തിനാണ് നിങ്ങൾ തേടി നടക്കുന്നത്? അത്രയേറെ ഖുർആനിൻ്റെ വിഷയത്തിൽ സഹാബിമാർക്കിടയിൽ തന്നെ വലിയമായ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. പിന്നീട് ഖവാരിജായിപ്പോയി. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയേറെ ഖുർആനിൽ
പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആൾ എങ്ങനെയാണ് പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തുന്ന ഒരു ദൗർഭാഗ്യശാലിയായി മാറിയത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാനല്ലാതെ എല്ലാ ആശയങ്ങളും പരിപൂർണമായി തെറ്റാണ്, എന്നെ എതിർക്കുന്ന ആളുകൾ മുഴുവനായും അവർ ഇസ്ലാമിന് പുറത്താണ്, ഞാൻ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുകയും സത്യവിശ്വാസികൾക്ക് നേരെ കുഫർ ആരോപിക്കുകയും അവരെ വകവരുത്തുകയും ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു പരാജയം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു വകവരുത്തി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു വിഷമവും കണ്ടില്ല. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മെല്ലെ മെല്ലെ അദ്ദേഹത്തിൽ നിന്ന് അറുത്തു മാറ്റി. എന്നാലും അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ നാവ് മുറിച്ച് കളഞ്ഞപ്പോൾ അദ്ദേഹം പ്രയാസപ്പെടാൻ തുടങ്ങി. എന്താണ്? കണ്ണ് ചൂഴ്ന്നെടുത്തപ്പോൾ അല്ലെങ്കിൽ കൈകൾ വെട്ടിമാറ്റിയപ്പോൾ താങ്കൾക്കില്ലാത്ത ഒരു സങ്കടം എന്തുകൊണ്ടാണ് നാവ് എടുത്തു മാറ്റിയപ്പോൾ താങ്കൾക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ നാവ് കൊണ്ട് ഇനി അള്ളാഹുവിനെ ദിക്റെടുക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നതിനോർത്ത് ഞാൻ സങ്കടപ്പെട്ടു പോയതാണ് എന്നുവ. അപ്പോൾ അത്രമാത്രം അവർ ദിക്റുകൾ ചൊല്ലിയിരുന്ന, ഖുർആൻ പാരായണങ്ങൾ നടത്തിയിരുന്ന ഒരാളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചത് ഏറ്റവും വലിയ ദൗർഭാഗ്യശാലി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ നന്നായി ഓതുന്നവരായിരിക്കും, അള്ളാഹുവെ നന്നായി സ്മരിക്കുന്നവരായിരിക്കും. എന്നാൽ ആ ഖുർആനും ദിക്റും അവരുടെ അണ്ണാക്കിന് താഴേക്ക് ഇറങ്ങിപ്പോവുകയില്ല, ഉള്ളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടുണ്ടാവുകയില്ല. യംറുഖൂന മിനൽ ദീനി കമാ യംറുഖു സ്സഹ്മു മിന റമിയ്യ. ഒരു വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് തുളച്ചു പുറത്തു പോകുന്നത് പോലെ അവർ ദീനിൽ പ്രവേശിച്ച് ദീനിൽ നിന്ന് പുറത്തു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരെ കണ്ടാൽ അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരിൽപ്പെട്ട ഒരാളുടെ വർണ്ണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന രൂപത്തിലുള്ള ഒരാളുണ്ടാകും, കൈകൾ മുറിഞ്ഞ, കയ്യിൻ്റെ അറ്റത്തിൽ കൈ ഇവിടെ മുറിഞ്ഞിട്ടുണ്ടാകും, ആ കയ്യിൻ്റെ അറ്റത്തിൽ ഒരു കണ്ണി ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ അവരുടെ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ ഖവാരിജിയത്തിനെതിരെ യുദ്ധം നടന്ന് അവരെല്ലാം ഖവാരിജിയത്ത് പരാജയപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആളുകളുടെ മൃതശരീരത്തിൻ്റെ അടുത്തേക്ക് മുസ്ലിമീങ്ങളോട് ഇത്തരത്തിൽ വിശേഷണമുള്ള ഒരാൾ അവർക്കിടയിൽ ഉണ്ടോ എന്ന് ചെന്ന് നോക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. ഒരിക്കൽ ചെന്ന് നോക്കി തിരിച്ചു വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരാളെ അത് കാണാൻ സാധിക്കുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോയി തിരയണം, എന്നോട് പറഞ്ഞത് പ്രവാചകനാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയുകയില്ല. രണ്ടാമതും പോയി നോക്കി, കാണാൻ സാധിച്ചില്ല. മൂന്നാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി തെരഞ്ഞു, അത്തരത്തിൽ വിശേഷണമുള്ള ഒരാളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒട്ടകത്തെ അറുത്ത ആളെക്കുറിച്ച് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ എന്ന ഒരു അപരനാമമാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒട്ടകത്തെ അറുത്ത ആളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നീട് നമ്മൾ ഈ സൂറത്തിൽ പഠിച്ചത് ഖാറൂനിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഹാമാൻ, ഫിർഔൻ, ഇവരെ മൂന്നാളുടെ നാശവും നമ്മൾ മനസ്സിലാക്കി. ഖാറൂനെ എങ്ങനെ നശിപ്പിച്ച്? ആരാണ് ഖാറൂന്? ബന്ധുവാണ്. എന്താ ബന്ധം? അതെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പിതൃ സഹോദരൻ്റെ പുത്രനാണ് ആര്? ഖാറൂൻ. അപ്പോൾ ഖാറൂൻ്റെ പ്രത്യേകത, തൗറാത്തിൽ വലിയ അറിവുണ്ടായിരുന്ന ആളാണ്. 70 നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുവാൻ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചപ്പോൾ അതിലൊരാളായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്തത് ഖാറൂനിനെയാണ്.
ആ കാറൂനിനെയാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നത്. അവനെ മാത്രമല്ല, അവൻ്റെ സമ്പത്തിനെ അടക്കം അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അതെന്തോട്ടാ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണ്. എന്താണ് ചോദിച്ചത് കഴിഞ്ഞാൽ, പിതൃ സഹോദരൻ്റെ മകന് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് സ്വത്തിട്ടോ, ആര് ത്യാഗുണ്ടെങ്കിൽ പിതൃ സഹോദരൻ്റെ മകന് സ്വത്തിട്ടു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാറൂരിനെ മാത്രം താഴ്ത്തിക്കളയുമ്പോൾ ബനു ഇസ്രായേൽക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, പ്രവാചകന്മാരെ ചോദ്യം ചെയ്യുക, പ്രവാചകന്മാരെ നിന്ദിക്കുക എന്നുള്ളത്. ഇതിനു മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നിന്ദിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരസ്യമായി അവരോടൊപ്പം കുളിക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വലിയ നാണുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ബനു ഇസ്രായേൽക്കാർ പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമ്മളപ്പോൾ ഓപ്പണായി കുളിക്കാത്തത്, ലൈംഗികപരമായി എന്തോ വൈകല്യമുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഈ ബനു ഇസ്രായേൽക്കാർ പറഞ്ഞു. അങ്ങനെയാണ് ആ കല്ല് ഓടിപ്പോകുന്ന സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രവാചകന്മാരെ നിന്ദിക്കുക, പ്രവാചകന്മാരെ ചോദ്യം ചെയ്യുക എന്നത് ബനു ഇസ്രായേൽക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാറൂനിനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുമ്പോൾ ഇവരെ മനസ്സിൽ വന്ന ചിന്ത, കാറൂനിനെ മാത്രം താഴ്ത്തിക്കളയുന്നത് മൂസാ നബിക്ക് സ്വത്ത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ആ സ്വത്ത് കൊടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ അവസാനം പഠിച്ച സൂറത്തിൽ നമ്മൾ പറഞ്ഞത്, ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാവരെയും നശിപ്പിച്ചിട്ടുള്ളത് അവർ ചെയ്തു വെച്ച തിന്മകൾ കാരണമാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ. ആദ് സമുദായം, സമൂദ് ഗോത്രം, ഇവരെ അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചു. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ കാറൂൻ അവനെ നശിപ്പിച്ചിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖന, വെള്ളത്തിൽ മുക്കിക്കൊന്ന ആളുകളുണ്ട്. ആരൊക്കെയാണ്? ഫിറഔനും ഹാമാനും. ഹാമാൻ ആരാ? ഫിറഔന്റെ വസീറു ഫിറഔനാണ് ആര്? ഹാമാൻ. ആ ഹാമാനിനെയും ഫിറഔനിനെയും അള്ളാഹു മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ഒരിക്കലും അവരോട് അക്രമം കാണിച്ചതല്ല, അവർ അള്ളാഹുവോട് അല്ലെങ്കിൽ അവർ അവരോട് തന്നെ അക്രമം കാണിച്ചത് നിമിത്തമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ ഇറക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ കഥകളെല്ലാം കഴിഞ്ഞ് ചരിത്രങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് ഈ സൂറത്തിൽ കടക്കുകയാണ്. ഏതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂതി ലൗ കാനൂ യഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉപമ പറയുകയാണ്. മസലുല്ലദീന, മസലു ഉപമ, അല്ലദീന ഒരു കൂട്ടരുടെ ഉപമ എന്ന് പറയുന്നത്, ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്, ഏതാണ് ഒരു കൂട്ടം? അള്ളാഹുവിന് പുറമെ ഔലിയാ, രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഉപമ എന്ന് പറയുന്നത് കമസലിൽ അൻകബൂത്ത്, എട്ടുകാലിയെ പോലെയാണ്. ആ എട്ടുകാലിയുടെ പ്രത്യേകത ഇത്തഖദത്, അത് ഉണ്ടാക്കിയിരിക്കുന്നു, ബൈതൻ, അത് അതിൻ്റെ ഒരു വീടുണ്ടാക്കിയിരിക്കുന്നു. വഇന്ന ഔഹനൽ ബുയൂതി, തീർച്ചയായും വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് ലബൈത്തുൽ അൻകബൂതി, അത് എട്ടുകാലിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പം അള്ളാഹു അല്ലാത്ത ആളുകളെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. അവർ എട്ടുകാലികളെ പോലെയാണ്. എട്ടുകാലി ഒരു വീടുണ്ടാക്കി, അതുപോലെയാണ് അവരുടെ ഉപമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പണ്ഡിതന്മാർ ഈ ആയത്തിനെ മനോഹരമായി വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ മനുഷ്യന്മാരും വീടുണ്ടാക്കും, എല്ലാ ജീവികളും വീടുണ്ടാക്കേണ്ടവരാണ്.
വീടുണ്ടാക്കുന്നതിൽ എല്ലാ ജീവികൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്, കയറി കിടക്കാനൊരു സ്ഥലം വേണം, രാത്രി ആയാൽ സുരക്ഷ വേണം, തണുപ്പ് അതിൽ നിന്ന് രക്ഷ വേണം, ചൂട് അതിൽ നിന്ന് രക്ഷ വേണം, അതുപോലെ തന്നെ ആളപായം പാടില്ല. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ജീവി തനിക്കായി വീട് നിർമ്മിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ വീടുണ്ടാക്കാൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ആ ലക്ഷ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈ എട്ടുകാലിയുടെ വീട് കൊണ്ട് എട്ടുകാലിക്ക് ലഭിക്കുന്നില്ല. ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ എട്ടുകാലി കെട്ടിയുണ്ടാക്കിയ ആ ഒരു വല എട്ടുകാലിക്ക് സംരക്ഷണം നൽകൂല. ഒരു കാറ്റടിച്ചാൽ ആ വീടിന് സുരക്ഷിതത്വമില്ല. ചൂടിൽ നിന്ന് എട്ടുകാലിക്ക് ഒരിക്കലും തന്നെ ആ വീട് ഒരു അഭയം നൽകുന്നില്ല. ഓരോ നിലക്കുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് എട്ടുകാലിക്ക് ആ എട്ടുകാലിയുടെ ആ ചിലന്തി വല, എട്ടുകാലിയുടെ വീടെന്ന് പറയുന്ന ആ ചിലന്തി വല ഒരു ഉപദ്രവങ്ങളിൽ നിന്നുമുള്ളൊരു സംരക്ഷണം നൽകുന്നില്ല. ഇതുപോലെയാണ് അള്ളാഹു അല്ലാത്ത രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. അവർ വിചാരിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ റിസ്ക് നൽകും, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ അവരിൽ നിന്ന് കിട്ടും, ഒരുപാട് ഷെറുകൾ അവരാൽ നമുക്ക് തടുക്കപ്പെടും, ഒരുപാട് നന്മകൾ അവർ മുഖേന നമുക്ക് ലഭിക്കും എന്നൊക്കെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഔലിയാക്കളായി, രക്ഷിതാവായി, രക്ഷകർത്താവായി സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ വിചാരിക്കാറുള്ള കാര്യം. അപ്പം അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്താൻ ഒരാൾ തീരുമാനിച്ചാൽ അവൻ്റെ ലക്ഷ്യം എന്താണ്? അത് മുഖേന അവർക്ക് ഉപകാരം കിട്ടണം, ഒരു പ്രയാസം അവന് നീങ്ങിക്കിട്ടണം, അതുപോലെ തന്നെ അവനുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവന് ശാന്തി ലഭിക്കണം എന്നതൊക്കെയാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ള രക്ഷാധികാരികളെ സ്വീകരിക്കുവാൻ ആളുകൾ താല്പര്യം കാണിക്കാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ എട്ടുകാലിയുടെ വല എട്ടുകാലിക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകാത്തതുപോലെ, ശത്രുക്കളിൽ നിന്ന്, കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകാത്തതുപോലെ അള്ളാഹുവിന് പുറമെ രക്ഷകർത്താക്കളെ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ അവരിൽ നിന്ന് യാതൊരു സംരക്ഷണവും ലഭിക്കുകയില്ല. ഒന്നാമത്തെ തഫ്സീർ അതായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളെ എടുക്കുക. അള്ളാഹു നിശ്ചയിക്കുന്ന വല്ല ഉപദ്രവവും തടുക്കുവാൻ അവർക്ക് സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. അള്ളാഹു എങ്ങാനും നിങ്ങളിലേക്ക് ഒരു കാരുണ്യം ഇറക്കുവാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന് പുറമെ രക്ഷകർത്താക്കളായി സ്വീകരിച്ചിട്ടുള്ള അവൻ്റെ പങ്കുകാർ വല്ല രൂപത്തിലെങ്കിലും അള്ളാഹു ഇറക്കുന്ന റഹ്മത്തിനെ തടുക്കുവാൻ കെൽപ്പുള്ളവരാണോ? കുൽ, പ്രവാചകരെ താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. ഉപകാരങ്ങൾ കൊണ്ടുവരുവാനും ഉപദ്രവങ്ങൾ തടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ. പലപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ആളുകൾ ചായാനുള്ള കാരണം അവർ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുകയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ തടുത്തു നിർത്തുകയും ചെയ്യും എന്ന വിശ്വാസമാണ്. അത് ഒരിക്കലും തന്നെ ശരിയല്ല, അത് അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് ഉദാഹരണ സഹിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കൂടെ യാത്ര ചെയ്യാം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ ഗുലാം, അല്ലയോ കുട്ടി, യഹ്ഫളില്ലാഹ യഹ്ഫളക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി നീ വിട്ടുനിൽക്കണം. യഹ്ഫളക, അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു നിനക്ക് സംരക്ഷകനായി ഉണ്ടാകും. യഹ്ഫളില്ലാ, നീ അള്ളാഹുവെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, നീ അള്ളാഹുവെ സൂക്ഷിച്ചാൽ നിന്റെ കൺമുന്നിൽ അള്ളാഹുവെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. നിനക്ക് സഹായിയായി, നിനക്ക് സംരക്ഷകനായി
എപ്പോഴും അള്ളാഹു നിന്റെ കൂടെയുള്ളതായി നിനക്ക് കാണാൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാ, അതുകൊണ്ട് നീ ചോദിക്കുന്നു എങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം അഭ്യർത്ഥിക്കുന്നു എങ്കിൽ അത് അള്ളാഹുവോട് മാത്രം നീ സഹായം അഭ്യർത്ഥിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഅലം, നീ അറിയണം, ലൗ ഇജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. കുട്ടി, നീ അറിയണം, മോനെ നീ അറിയണം, അള്ളാഹു എങ്ങാനും നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ഉപകാരത്തെ തടുക്കുവാൻ ലോകത്തിലുള്ള എല്ലാവരും തുനിഞ്ഞാലും ശരി, അള്ളാഹു നിനക്ക് എഴുതി വച്ച നന്മ നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ, ഇനി ലോകത്തിലുള്ള ആളുകളെല്ലാം നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കുവാനാണ് തുനിഞ്ഞിറങ്ങുന്നത് എങ്കിൽ, എല്ലാവരും ടീമായിക്കൊണ്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങുകയാണ് എങ്കിൽ, ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്കെതിരിൽ രേഖപ്പെടുത്തിയ ഉപദ്രവമല്ലാതെ അവർ എല്ലാവരും പരിശ്രമിച്ചാലും നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന്, നിന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ഉപകാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയൂ. ഒരു ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർത്താനോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മിൽ നിന്ന് തടുക്കുവാനോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ, അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ തന്നെ ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പലപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്നും, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിക്കാത്ത കാരണങ്ങളിൽ നിന്നും ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹ ശിഫാഉ സഖ്മിൻ വതആനു തഅമിൻ. സംസം വെള്ളം എന്ന് പറഞ്ഞാൽ എന്ത് നെയ്യത്തോടു കൂടി നിങ്ങൾ കുടിക്കുന്നോ അതിനുള്ള പരിഹാരമാണ്. ഷിഫാഉ സഖ്മിൻ, നിങ്ങൾക്ക് രോഗത്തിനുള്ള പരിഹാരമാണ് സംസം വെള്ളം. വതആനു തഅമിൻ, നിങ്ങളെ പട്ടിണി മാറ്റാനുള്ളതാണ് സംസം വെള്ളം. ആ നെയ്യത്ത് വെച്ച് കുടിച്ചു നോക്കി നിങ്ങളുടെ വിശപ്പും ദാഹവും എല്ലാം മാറും. അപ്പോൾ സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്, അതിന് ഉപകാരങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിശ്ചയിച്ച കാര്യമാണ്. എന്നാൽ ഇതുപോലെ ഇസ്ലാം നിശ്ചയിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഉപകാരങ്ങൾ പ്രതീക്ഷിക്കുക, ഉപദ്രവങ്ങൾ എന്നിൽ നിന്ന് അത് മുഖേന തടയുമെന്ന് പ്രതീക്ഷിക്കുക, അത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു. വഫീ യദിഹി ഹൽഖത്തും മിൻ സുഫുർ, ഒരു ചെമ്പ് കൊണ്ടുള്ള ഒരു വളയം ആ മനുഷ്യൻ്റെ കയ്യിൽ കാണാം. നബി ഒരു വ്യക്തിയെ കാണുന്നു, അയാളുടെ കയ്യിൽ ഒരു ചെമ്പ് കൊണ്ടുള്ള വളയമുണ്ട്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി, എന്തിനാണ് ആ വളയം ഇട്ടിട്ടുള്ളത്? ഖാല മിനൽ വാഹിന, എനിക്ക് അസുഖമാണ്, ഈ തോളലിൻ്റെ ഭാഗത്ത് വരുന്ന അസുഖത്തിനാണ് വാഹിന എന്ന് പറയും. അപ്പം എനിക്ക് രോഗമുണ്ട്, ഈ രോഗം മാറുവാനാണ് ഞാൻ ഇതിട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹാ, ഊരി നീ വലിച്ചെറിയുക, ഫഇന്നഹാ ലാ യസീദുക ഇല്ലാ വഹന, അതിട്ടുകൊണ്ട് എൻ്റെ രോഗം മാറല്ല, രോഗം മൂർച്ഛിക്കുകയാണ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദ, നീ അത് ധരിക്കുന്നവനായിക്കൊണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹുസൈഫ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി കിടക്കുക. ആ സന്ദർഭത്തിൽ ഒരു വ്യക്തി കടന്നു വന്നു. ആ വ്യക്തിയുടെ കയ്യിൽ അന്നഹു റഅ റജുലൻ ഫീ യദിഹി ഖൈത്തും മിനൽ ഹുമ്മ, പനി കാരണം ഒരാൾ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്, ഉറുക്ക് ഏലസ് എന്നൊക്കെ പറയും, അത് കെട്ടിയിട്ടുണ്ട്. ആ വ്യക്തി ഹുദൈഫ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ കാണുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അത് വലിച്ചു പൊട്ടിച്ചു. അതിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ഖുർആനിലെ അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടിട്ടില്ലേ? ആ വ്യക്തിയോട് പറയാണ്, വതലാ ഖൗലഹു തആല,
അള്ളാഹുവിൻ്റെ ആയത്തങ്ങട്ട് ഓതിക്കൊടുത്തു. നീ ചെയ്ത ഈ പ്രവർത്തനമുണ്ടല്ലോ അത് ഏതുപോലെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അള്ളാഹുവിൽ അധികം ആളുകളും വിശ്വസിക്കുന്നത് വഹും യുശ്രികൂൻ, ശിർക്ക് വെച്ചുകൊണ്ടാണ് പോകുന്ന വീടാണ്. എട്ടുകാലിക്ക് ഒരു നിർഭയത്വവും നൽകാത്ത വീടാണ്, ഒരു സംരക്ഷണവും നൽകാത്ത വീടാണ്. അതുപോലെയാണ് അള്ളാഹുവിന് പുറമെ രക്ഷകർത്താക്കളായി മറ്റുള്ളവരെ സ്വീകരിച്ചിരിക്കുന്നവരുടെ ഉപമ. അവരുടെ രക്ഷകർത്താക്കൾ അവർക്ക് ഒരിക്കലും തന്നെ ഒരു ഉപദ്രവം തടുക്കുവാനോ അവർക്കൊരു ഉപകാരം കൊണ്ടുവരുവാനോ അവർക്കൊന്നും സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതാണ് ഒന്നാമത്തെ തഫ്സീർ, മനസ്സിലാക്കണം. രണ്ടാമത്, എട്ടുകാലിയുമായി അല്ലെങ്കിൽ എട്ടുകാലിയുടെ വീടുമായി ഉപമിക്കാനുള്ള കാരണം പണ്ഡിതന്മാർ രണ്ടാമത്തെ തഫ്സീർ പറയാൻ, എട്ടുകാലിയുടെ വലയിൽ രണ്ട് എട്ടുകാലികൾ നിങ്ങൾ കണ്ടുകണ എപ്പോഴെങ്കിലും? ഒരു വലയിൽ എത്ര എട്ടുകാലി ഉണ്ടാവുക? ഒറ്റ എട്ടുകാലിൽ ഉണ്ടാവുള്ളൂ അല്ലേ? വേറൊരു എട്ടുകാലിനെ അടുപ്പിക്കോ? ഇല്ല. ഒരു എട്ടുകാലി ഒരു വീട് സ്വീകരിക്കുന്നതോടു കൂടി പല ആളുകളുമായി എട്ടുകാലിക്ക് ശത്രുക്കളായി മാറുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പെണ്ണെട്ടുകാലിയുമായി ഒരു ആൺ എട്ടുകാലി ഇങ്ങനെ പരാഗണം അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കാൻ വേണ്ടിയുള്ള കാര്യം നടത്തിയാൽ ആ പെണ്ണെട്ടുകാലി നേരെ തിരിഞ്ഞ് ആണെട്ടുകാലിയെ വകവരുത്തും. ശേഷം അത് പ്രസവിച്ചുണ്ടാകുന്ന കുട്ടികൾ ആ പെണ്ണെട്ടുകാലിയുടെ ഒരു ഭാഗം കഴിക്കുകയും ചെയ്യും. ഒരു ശത്രുത ഉണ്ടാകും. ഏതുപോലെ എട്ടുകാലികൾക്കിടയിൽ ഒരു എട്ടുകാലിയുടെ വീട്ടിൽ ശത്രുത വളർന്നതുപോലെ അന്ത്യനാളെത്തിയാൽ ഇത്തരം ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുത ഉണ്ടാക്കും. വൈദാ ഹുശറ അന്നാസു കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ച ആളുകളുണ്ടാകും. മലക്കുകളോട് പ്രാർത്ഥിച്ച ആളുകളുണ്ടാകും, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ച ആളുകളുണ്ടാകും. അത്തരം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലോ സൂറത്തുൽ അറാഫോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹ്ശറിലുള്ള ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. നസാറാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആരാധിച്ചിരുന്ന ആളുകളും പരസ്പരം ശത്രുക്കളായിരിക്കും എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യക്ഫുറു ബഅദുകും ബിബഅദിൻ വയൽഅനു ബഅദുകും ബിബഅദ്. പരസ്പരം ശപിക്കുന്ന, പരസ്പരം വെറുക്കുന്ന ആളുകളായി അവർ മാറും. ഇത്തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന ഇത്തബഉ വറഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അല്ലാഹു അല്ലാത്ത ആളുകളെ രക്ഷകർത്താക്കന്മാരായി സ്വീകരിച്ച ആളുകൾ, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ച ആളുകൾ, പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ചവരോട് പറയും, ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഞങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വെച്ച് അവർ പരസ്പരം ശത്രുക്കളായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ആയത്തിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. രണ്ടായാലും ഈ ഉപമ യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ നിരർത്ഥകത വിളിച്ചോതുന്ന കാര്യമാണ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരികയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ രക്ഷകർത്താക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ കമസലിൽ അൻകബൂത്ത്, ഒരു എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖദത് ബൈത. ആ എട്ടുകാലിയുടെ പ്രത്യേകത എന്താ? എട്ടുകാലി സ്വന്തമായി ഒരു വീടുണ്ടാക്കി. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് അത് എട്ടുകാലിയുടെ വീടാണ്. ഒരു സംരക്ഷണവും ലഭിക്കാത്ത വീടാണ്. ലൗ കാനൂ യഅലമൂൻ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കാം. അപ്പം ഈ ആയത്തിൻ്റെ വിശദീകരണം മനസ്സിലായോ? രണ്ട് വിവക്ഷകൾ. ഒന്നെന്താ?
അത് മാത്രമല്ല, മൊത്തത്തിൽ പറയും. ഒന്നാമത് എന്താ ഞാൻ ആദ്യം പറഞ്ഞത്, സാധാരണ നമ്മൾ വീടുണ്ടാക്കൽ എന്തിനാണ്? നമുക്ക് സംരക്ഷണങ്ങൾ കിട്ടാനാണ്. തണുപ്പിൽ നിന്ന് രക്ഷ, ചൂടിൽ നിന്ന് രക്ഷ, ഇങ്ങനെ നമുക്ക് ഉപകാരങ്ങൾ കിട്ടുവാനും ഉപദ്രവങ്ങൾ നമ്മിൽ നിന്ന് തടയപ്പെടാനും വേണ്ടിയിട്ടാണ് ഏതൊരാളും വീടുണ്ടാക്കാറുള്ളത്. എട്ടുകാലിക്ക് അത്തരത്തിലൊരു സംരക്ഷണം കിട്ടാൻ എട്ടുകാലിയുടെ വീട് കൊണ്ട് സാധിക്കുമോ? ഇല്ല. ഒരു കാറ്റടിച്ചാൽ ആ വീടില്ലാതായി. തണുപ്പിൽ നിന്ന് രക്ഷ ആ വീട് കൊണ്ട് കിട്ടുമോ? ഇല്ല. അതുപോലെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഔലിയാക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളുടെ ഉപമ. അവർ പങ്കു ചേർക്കുന്നത് എന്തിനാ? ഓൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടാനാണ്. ശരിക്കും ഉപകാരം അവർക്ക് കിട്ടുമോ? ഒരു ഉപകാരവും കിട്ടുകയില്ല. അവരിലേക്ക് ഇറങ്ങുന്ന ഉപദ്രവം തടുക്കുവാൻ അവർക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ എന്താ? എട്ടുകാലിയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശത്രുതയുടെ പര്യായമാണ്. ഒരു എട്ടുകാലിയുടെ വീട്ടിൽ ഒറ്റ എട്ടുകാലി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളായിക്കാരം. ഒരു ആൺ എട്ടുകാലിയുമായി പോലും ശത്രുത ഒരു പെണ്ണെട്ടുകാലിക്ക് ഉണ്ടാകും. അപ്പം അതുപോലെയാണ് ശത്രുത യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ വിഷയത്തിനുമുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ച ആളുകളോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകുന്ന കാഴ്ച പരലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപമ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ആയത്തൊന്നൂത് മാർക്കുണ്ട്, സമ്മാനം ഉണ്ടാവും. كالذين اتخذوا من دون الله أولياء كمثل العنكبوت ومثل العنكبوت اتخذت بيتا فإن أومال بيدي كل عنكبوت بيارن. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അവിടെ നമ്മൾ ഞാനൊക്കെ നമ്മളൊക്കെ ഓതുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ട് ഓതി പോകുമ്പോൾ വരുന്നൊരു ഇതാണ് ഇത്തഹദത് ബൈത്ത എന്നുള്ളതാണ്. അവിടെ ഇത്തഹത്തു എന്നല്ല, ഇത്തഹദത് ബൈത്ത എന്നുള്ളതൊന്ന് നമ്മൾ ഓർത്തൊന്ന് റെഡിയാക്കണം. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ഷൈ വഹുവൽ അസീസുൽ ഹകീം. ഷിർക്കിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖുർആൻ മുഴുവൻ തൗഹീദും ഷിർക്കിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ അത് തൗഹീദാണ്. ഷിർക്കിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഏത് സൂറത്ത് പഠിക്കുമ്പോഴും അവിടെ ഒക്കെ തൗഹീദും കയറി വരും, ഷിർക്കും കയറി വരും. നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് സമുദായത്തിൻ്റെ ചരിത്രം പഠിച്ചു. അവരിലെല്ലാവരിലും പൊതുവായി ഉണ്ടായിരുന്ന തിന്മ എന്താ? ഷിർക്കാണ്. ആദ്യം ഏതൊരു ജനതയെ നശിപ്പിക്കുന്നു എങ്കിലും ഒന്നാമതായിട്ട് തിന്മ അവരിൽ ഉണ്ടാകുന്ന ഷിർക്കായിരിക്കും. അപ്പോൾ ഖുർആനിൽ മൂന്നിലൊരു ഭാഗത്തരത്തിലുള്ള ചരിത്രങ്ങളാണ്. അപ്പോൾ മൂന്നിലൊരു ഭാഗത്തിൻ്റെ വിവക്ഷ എന്താ? തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്തായിരിക്കും ഭൂമിയിൽ ലഭിക്കുക, തൗഹീദ് ഇല്ലാതെ ജീവിച്ചാൽ എന്തായിരിക്കും ശിക്ഷ ഇറങ്ങുക എന്നതിൻ്റെ വിശദീകരണങ്ങളാണ് അത്തരത്തിലുള്ള കഥകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅലമു, അവൻ അറിയുന്നു, മാ യദ്ഊന, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതൊന്നിനെയാണോ അതിനെയെല്ലാം അള്ളാഹു അറിയുന്നു. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, മിൻ ഷൈഇൻ, എന്തൊന്നിനോട് പ്രാർത്ഥിക്കാനെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കല്ലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ മരത്തിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരോട് കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാകും. ആരാണ് എങ്കിലും അവരെ കുറിച്ചൊക്കെയുള്ള ധാരണ അള്ളാഹുവിന് നന്നായി ഉണ്ട്. അള്ളാഹുവിന് അതെല്ലാം അറിയാം. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അസീസാണ്, പ്രതാപശാലിയാണ്. അൽ ഹക്കീം, അവൻ യുക്തിമാനാണ്, അഗാധമായ ജ്ഞാനമുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ നമ്മൾ ഏതൊരു വ്യക്തിയും ഷിർക്ക് ചെയ്യുമ്പോൾ ആരെയാണോ രക്ഷകർത്താവായി സ്വീകരിക്കുന്നത്, പങ്കാളിയായി സ്വീകരിക്കുന്നത്, ആ പങ്കാളിയെക്കുറിച്ചുള്ള എല്ലാ വിവരവും അള്ളാഹുവിനുണ്ട്.
ആ പങ്കാളികൾക്കൊന്നും ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു ഉപദ്രവവും അവരിൽ നിന്ന് തടുക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന യഥാർത്ഥ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും തർക്കമുണ്ടാകുക, ഇപ്പോൾ കല്ലിനോടാരും പ്രാർത്ഥിക്കൂല, മരത്തിനോടാരും പ്രാർത്ഥിക്കൂല. അള്ളാഹു അല്ലാത്ത ഒരാളോടും മുസ്ലിമീങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നത്? ഏതൊരാളോടും ചെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം ഉണ്ടാവും, അള്ളാഹിനോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എവിടെയാണ് പ്രശ്നം? ഇപ്പം ഞാനെപ്പോഴും ഉദാഹരണം പറയും, ഉമ്രക്കാരോടും മാജിമാരോടൊക്കെ പറയുന്ന ഉദാഹരണം, പണ്ട് കാലത്ത് നമ്മളെ ഗ്യാസ് കുറ്റിക്ക് സബ്സിഡി പ്രഖ്യാപിച്ചു. 450 ഉറുപ്പ്യ ഉള്ളതിന് ഒറ്റ ഉയർത്തരും 900 ഉറുപ്പ്യാക്കി ഒറ്റടിക്ക്. നാട്ടിൽ ഓർമ്മ. സ്ത്രീകളുടെ പേരിലാക്കിയത്, പ്രവാസികളുടെ പേരിലൊന്നും ഗ്യാസും കുറ്റി പറ്റൂല, സ്ത്രീകളുടെ പേര്, വീട്ടമ്മമാരുടെ പേരിൽ അവിടെ നിന്നിട്ട് എല്ലാ ഉമ്മാരും പോയിട്ട് ഓരോ പേർക്ക് മാറ്റി ചെയ്തു. ഓരോ പേരിൽ അക്കൗണ്ട് വേണം, നല്ല സബ്സിഡി കിട്ടുള്ളൂ. എല്ലാവരും പോയി വരുന്ന് ബാങ്കിൽ അക്കൗണ്ടൊക്കെ എടുത്ത് സബ്സിഡി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കുക. സബ്സിഡി ഒക്കെ വന്ന്, പക്ഷെ ആ പൈസ പലർക്കും കിട്ടിയില്ല. ബാങ്കിൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു, പക്ഷെ ഓലെ ഫോണിക്കൊരു മെസ്സേജ് വന്ന്, അതുപോലെ ഓക്കെ അടിച്ചപ്പോൾ ഓലെ പൈസ ആരൊക്കെയോ പൊക്കിക്കൊണ്ടുപോയി. ഉമ്മമാരെ, അത് പ്രായമായ ആളുകളാണ് അധികം, ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, മെസ്സേജിൽ വന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഒരാളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റിച്ചൂടെ? ശരിയല്ലേ? ഒരുപാട് മേഖലകളിൽ പറ്റിക്കാം. അതേപോലെ അറബി അറിയാത്ത, ദീന് പഠിക്കാത്ത ഒരാളെ സുഖമായി ആത്മീയപരമായി പറ്റിക്കാം, സുഖമായി പറ്റിക്കാം. വെറുതെ പറഞ്ഞ് പറ്റിക്കുകയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നത്. വനജ്ജിനി മിൻ ലവാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യി മുഹിയ്യദ്ദീൻ. ലവ എന്ന കത്തിയാടുന്ന നരകത്തിൽ നിന്ന് മൊയ്തീൻ ശേഖ് നീ എന്നെ രക്ഷിക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് നേരിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീർ യാ നദീർ. അശറക ബൈത്തിലുള്ള വരിയ. അബ്ദുകൽ മിസ്കീനു യർജു, നബിയെ താങ്കളുടെ അടിമയായ ഞാനിതാ താങ്കളുടെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹിനോടല്ല പറയണത്, നബിനോടാണ് പറയുന്നത്. നമ്മൾ ആരുടെ അടിമയാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് അറബി ഭാഷ അറിയില്ല എങ്കിൽ നമ്മളെ ആത്മീയപരമായി പറ്റിക്കുമെന്നത് ഉറപ്പാണ്. ഏത് മേഖലകളിലും വഞ്ചകന്മാരുള്ളതുപോലെ ആത്മീയ മേഖലകളിലും വഞ്ചകന്മാരുണ്ട്. നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെയാണ് ആളുകൾ ശിർക്ക് ചെയ്യുന്നത് എങ്കിലും അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, പഠിച്ചോനെ ഞാൻ അറിയാതെ ചിലപ്പോൾ ശിർക്ക് ചെയ്യുന്നു പോകുന്നുണ്ടാവും, അറിയാതെ ശിർക്ക് ചെയ്യുന്നുണ്ടാകും, പഠിച്ചോനെ അറിയാതെ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് പുറത്തു തരണേ. ഇനി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ അതും നീ എനിക്ക് പുറത്തിരണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനെന്ത് വേണം? ആദ്യം നമ്മൾ കുറച്ചെങ്കിലും അടിസ്ഥാനപരമായ അറിവ് നമ്മൾ നേടിയിരിക്കണം. വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥസഹിതം അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മളെ പറ്റിക്കാൻ സാധിക്കില്ല. ഖുർആനിലും ഹദീസിലും ഉള്ളതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, അവരുടെ ന്യൂനതകൾ എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായിട്ട് അറിയാം. സ്വന്തമായിട്ട് പോലും അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഉപദ്രവത്തെ തടുക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇപ്പം നമ്മളൊക്കെ ഉദാഹരണം പറയലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും മഹാനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖാൻ. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ സ്ഥാനമുള്ളവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലുല്ലാഹി
മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപദ്രവം രേഖപ്പെടുത്തിയപ്പോൾ സ്വന്തം ദേഹത്തെ ആ ഉപദ്രവത്തിൽ നിന്ന് തടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ശുജ്ജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹുദ്. ഉഹുദ് യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തും തലയിലുമെല്ലാം മുറിവുകൾ ഉണ്ടായി. വകുസിറത് റുബാഇയതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലുകൾ പൊട്ടിപ്പോയി. ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ അറിയാതെ വീണുപോയി. ഒക്കെ ഉഹുദ് യുദ്ധത്തിൽ മാത്രം നടന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ഉപദ്രവം രേഖപ്പെടുത്തിയപ്പോൾ ആ ഉപദ്രവത്തിൽ നിന്ന് സ്വന്തം ദേഹത്തെ തടുക്കുവാൻ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് എങ്കിൽ മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരു ഉപദ്രവം അയാളിൽ നിന്ന് തടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് സാധിക്കുക? രണ്ടാമത് മലക്കുകളാണ്. മലക്കുകൾ അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അറാദല്ലാഹു അൻ യുഹ്യ ബിൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തകല്ലമ ബിൽ വഹി, ആ വഹി കൊണ്ട് സംസാരിക്കും. ഫഅഖദതിസ് സമാവാതി റജ്ഫത്തുൻ ഔ റിഅദത്തുൻ ശദീദ, അല്ലാഹു എങ്ങാനും വഹി കൊണ്ട് സംസാരിച്ചാൽ അത് ആകാശലോകത്ത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. സഇഖു വഖറു ലില്ലാഹി സുജ്ജദ, അല്ലാഹുവിന്റെ വഹി കേട്ടാൽ മലക്കുകൾ ബോധരഹിതരായി വീഴും. അത്രത്തോളം പേടിയാണ് പടച്ചവനെ. അള്ളാഹുവിൻ്റെ ഒരു സംസാരം പോലും താങ്ങുവാനുള്ള കെൽപ്പില്ലാത്തവരാണ് മലക്കുകൾ. നമ്മളെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൽയകുൻ അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ, ബോധരഹിതരായി വേണം മലക്കുകളിൽ നിന്ന് ആദ്യമായി തലയുയർത്തുക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയായിരിക്കും. ജിബ്രീൽ ആദ്യമായി തല ഉയർത്തിയാൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുക്കും. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി കിട്ടിയതിനു ശേഷമാണ് എല്ലാ മലക്കുകളുടെ അടുത്ത് പോയിട്ടു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ വഹി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മലക്കുകളുടെ അശക്തതയാണ്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൃഷ്ടികളും അവന് മുന്നിൽ അശക്തരാണ്. ഒരു ഉപകാരം ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവരിലേക്ക് ഇറങ്ങുന്ന ഒരു ഉപദ്രവം തടുക്കുവാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ഉപകാരം ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഇറങ്ങുന്ന ഉപദ്രവം തടുക്കുവാനും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതീൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഇങ്ങനൊക്കെ ഉദാഹരണങ്ങൾ ഒരുപാട് വിശുദ്ധ ഖുർആനിലുണ്ട്. ഇങ്ങനെ ഈ ഉദാഹരണങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അറിവുള്ള ആളുകൾ മാത്രമേ ഇത് ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഒരുപാട് പണ്ഡിതന്മാരെ കരയിപ്പിച്ച ആയത്താണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയണേ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉദാഹരിച്ചതായിട്ട്, ഇപ്പോൾ നല്ല വാക്കിനെ ഒരു പടുവൃക്ഷത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആളുകളെ എട്ടുകാരിയോട് ഉപമിച്ചിട്ടുണ്ട്. അതെ, ജൂതന്മാരെ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നദ്രിബുഹാ ലിന്നാസ്, ആളുകൾക്ക് നാം ഉദാഹരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അറിവുള്ള ആളുകൾ മാത്രമേ അത് ചിന്തിച്ച് മനസ്സിലാക്കുള്ളൂ. അറിവുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പലപ്പോഴും ചില പണ്ഡിതന്മാർക്ക് അതിൻ്റെ വിവക്ഷ ഗോപ്യമായിരിക്കും, മനസ്സിലായില്ല എങ്കിൽ അവർ കരഞ്ഞു പോകും. കാരണം എനിക്കറിവില്ലാത്തത് കൊണ്ടാണ്
ഞാൻ അറിവുള്ള ആളിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ് അതിൻ്റെ അർത്ഥം വിവക്ഷ എനിക്ക് മനസ്സിലാകാത്തത്. കാരണം എന്താ? വമായി യാഖിലുഹ ഇല്ലൽ ആലിമുൻ, അറിവുള്ള ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഉദ്ദേശം, ഒരു ഉപമയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ എൻ്റെ അറിവുകേട് കൊണ്ടാണ് എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞിരുന്ന ഒരുപാട് പണ്ഡിതന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ എന്തിനാണ് അള്ളാഹു വിശദീകരിക്കുന്നത്? ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമുൻ, എന്നാൽ അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ അറിവുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആരൊന്ന് ഓതുക. നിങ്ങൾ മുതിർന്ന ആളുകൾക്ക് അവസരം കൊടുക്കി. ആഷിക്ക അത്ത് സഹായ് ഗോ ഷി മുവൽനാജി വീട്ടിലൊക്കെ മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. ഓക്കെ, അപ്പോൾ ആ ആയത്തിൻ്റെ ഉദ്ദേശങ്ങളും വിശദീകരണവും മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. അടുത്ത ആയത്തെടുക്കല്ലേ? ഓക്കെ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള ബിൽ ഹഖ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. ഖലഖ എന്താ? സൃഷ്ടിച്ചു. അല്ല, അത് എടുത്തല്ലോ, അതെടുത്തു. അത് മൂപ്പര് ഓതി, രണ്ടായത്തും കൂട്ടി ഓതി. അപ്പൊ ഖലഖ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ചു. അള്ളാഹു സൃഷ്ടിച്ചു. അസ്സമാവാതി, ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. വൽ അർള, വൽ അർള പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തിൽ, അഥവാ മുറപ്രകാരം. മുറപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകാശങ്ങളെ സൃഷ്ടിച്ചതിൽ, ഭൂമിയെ സംവിധാനിച്ചതിൽ, അതിലെ മനുഷ്യരുടെ ജീവിതത്തിലെല്ലാം അള്ളാഹുവിന് യുക്തിയുണ്ട്, എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഇന്ന ഫീ ദാലിക, തീർച്ചയായും അതിൽ ലആയതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തം ഉണ്ടാവുള്ളൂ. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് ചിലപ്പോൾ അതിനുള്ള യുക്തിയൊന്നും മനസ്സിലായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യൻ്റെ ജീവിതത്തിന് ലക്ഷ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എന്തുമാത്രം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ ഒന്നും കാണാതെ ഒരാൾ ഇങ്ങോട്ട് നടക്കുക. ബുദ്ധിയില്ലാത്ത ഒരാളാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ. ബുദ്ധിയുള്ള ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യം വേണം. നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഒരു പേന വാങ്ങണം. എന്തിനാണ് നമ്മൾ പേന വാങ്ങണത്? വെറുതെ വാങ്ങുമോ? ഇല്ല, എഴുതാൻ വേണ്ടിയിട്ടാണ് പേന വാങ്ങാറ്. പഞ്ചസാര, തക്കാളി, ഉള്ളി, ഇതൊക്കെ എന്തിനാണ് വാങ്ങണത്? ഭക്ഷണം ഉണ്ടാക്കാനും നമുക്കുള്ള ആവശ്യം. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നു എങ്കിലും അതിൽ നമുക്കൊരു ലക്ഷ്യമില്ല. ഏതൊരു കാര്യം ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴും അതിലെല്ലാം ലക്ഷ്യമുണ്ട്. പിന്നെ എങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതിരിക്കുക? ജീവിതത്തിന് പിന്നെ ലക്ഷ്യമില്ലാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ സംവിധാനിച്ചതിൽ ഇത് വെറുതെയല്ല, ബിൽ ഹഖ്. ഇതിനൊക്കെ ഒരു യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, ഒരു ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഇവരുടെ ജീവിതം പരീക്ഷണമാണ്. നാളെ പരലോകമുണ്ട്, മഹ്ശറുണ്ട്.
സ്വർഗമുണ്ട്, നരകമുണ്ട്, അതെല്ലാം സത്യമാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള പരീക്ഷയായ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലെ ജീവിതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള ബിൽ ഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നോക്കി മനസ്സിലാക്കാനുണ്ട്. ഇന്ന ഫീ ദാലിക ലആയ, അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ്. ഖലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ചു. അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചു. ബിൽ ഹഖ്, മുറപ്രകാരം. ഇന്ന ഫീ ദാലിക, തീർച്ചയായും അതിൽ ലആയത്തൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഖലഖാറിന് എന്താ അർത്ഥം? ആയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയത്തൻ, ദൃഷ്ടാന്തം. ആരായത്തൊന്നും ഓതുക? കുട്ടികളല്ല, വലിയൊരു അവസരം കൂടെ. വലിയൊരു ആ ബാക്കിന് ഒക്കെ കുറേ ആളുകളുണ്ട്, ഓരൊക്കെ ഒന്ന് ഓതിയാൽ മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, അല്ലാഹു മുബാരിക്. ഓക്കെ, അപ്പോൾ അതാണ് ആ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണം. നിങ്ങളുടെ പേരെന്ത് ചെയ്ത്? മുഹമ്മദ് ഫൈസൽ. എന്നാൽ അടുത്ത ആയത്ത് കൂടി എടുക്കല്ലേ? അടുത്ത ആയത്ത് അതിൻ്റെ വിശദീകരണങ്ങൾ അത്യാവശ്യമുണ്ട്. നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സൂറത്തിൻ്റെ ഒരു ചിത്രം നമ്മളെ മനസ്സിലുമാണ്. സ്റ്റാർട്ടിങ്ങിൽ എന്താ? മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതികൾ ബോധിപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കുന്നു. മുഅ്മിനീങ്ങളായ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും പിന്നീട് ഒരു മനഃശാന്തിക്ക് വേണ്ടി മുൻപ് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്തിമ വിജയം വിശ്വാസികൾക്ക് മാത്രമായിരുന്നു എന്നതിന് ഒരുപാട് കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചു. ശേഷം ഷിർക്കിൻ്റെ നിരർത്ഥകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും അവരുടെ ഈമാനിനെ നിലനിർത്താനും അവരുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുവാനും ഉള്ള 3-4 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ഓതല്ലേ? പിന്നെ ഈ പുസ്തകം നിങ്ങളെ കയ്യിലുണ്ടാകും. അത് നിങ്ങൾക്കുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യുക, അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ കൊണ്ടുവരാൻ മറക്കും എന്നുള്ള പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉദ്ദേശിച്ചാൽ മതി. ഏതെങ്കിലും ഷെൽഫിൽ നിങ്ങളെ പേര് എഴുതി വെച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ അവിടുന്ന് പുസ്തകം എടുത്തിട്ട് ആക്കിയാൽ മതി. എങ്ങനെയപ്പോൾ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടേ നടക്കുക എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.